പ്രതിഷേധങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ പുല്ലുവിളയിലെ വീട് സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂറും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മുൻ പരാമർശങ്ങളിലെ അതൃപ്തി തുറന്നു പറഞ്ഞു ജോണിന്റെ മക്കൾ തീരമേഖലയെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ മാപ്പു പറയണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നെന്ന് ജോണിന്റെ മകൾ ജിജി പറഞ്ഞു. ആ വീഡിയോയും ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ആ സ്റ്റാൻഡിൽ ഇപ്പോഴും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഒരിക്കലും അങ്ങനെ അത്തരം പരാമർശങ്ങൾ ഒരു ചെയറിലിരുന്നുകൊണ്ട് പറയേണ്ടതല്ല. അത് ഉറപ്പായിട്ടും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അവഹേളിക്കുന്ന തരത്തിലാണ് അത് ആവിപ്പോകുന്നത്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഒത്തിരി വ്യക്തവും ഒരു ഫ്യൂച്ചറിൽ അതെങ്ങനെ നിങ്ങളെ ബാധിക്കാതിരിക്കും എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീരമേഖലയോട് അടുപ്പമുള്ള മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്നും തിരച്ചിൽ തുടരുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഒരിക്കലും അദ്ദേഹം അങ്ങനെ നടത്തില്ല. മുഖ്യമന്ത്രി അങ്ങനെ ഒരിക്കലും, അദ്ദേഹം തീരദേശവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആള് തന്നെയാണ്. അപ്പം അങ്ങനെ ആരും ഒരിക്കലും തീരദേശത്തെയോ തീരദേശവാസികളെയോ ഒരിക്കലും അവഹേളിക്കില്ല. പ്രതീക്ഷ കൈവിടിയാതെ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനും ഫിഷറീസ് മന്ത്രിയും കൂടി കോസ്റ്റൽ പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ സംസാരിച്ചു. അതിൻ്റെ IG ശ്രീ അക്ബറുമായിട്ട് സംസാരിച്ചു. ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, എന്തായാലും മന്ത്രിമാർ ഇപ്പോൾ അവരുടെ വീടുകളിലേക്ക് എത്തി അവരെ കണ്ടു എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അത് അവരെ ഇപ്പോഴും വേദനിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജോണിന്റെ മകൾ അടക്കം പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ കുറച്ച് കാര്യക്ഷമമായിട്ട് മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇപ്പോഴാണ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുന്നത് എന്നുള്ളത്. അത് ഏറെ താമസിച്ചു എങ്കിൽ പോലും ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സന്ദർശനമൊക്കെ ഏത് രീതിയിലാണ് അവിടെ നടന്നത്? ഈ കുടുംബം ഇപ്പോഴും ആരോപണം ഉന്നയിക്കുന്നത് ആ നിലപാടിൽ തന്നെ നിൽക്കുകയാണോ? സ്വാതി, 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഫിഷറീസ് മന്ത്രി ഈ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിലേക്ക് എത്തിയത്. രാവിലെ വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ വീട്ടിലേക്കാണ് ആദ്യം എത്തിയത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഒപ്പമുണ്ടായിരുന്നു. അവിടെ പ്രധാനമായും ഈ തെരച്ചിലുണ്ടായ അപകടങ്ങളൊക്കെ അതിലുള്ള അപകടങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. പ്രത്യേകിച്ച് അതിനുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. അക്കാര്യങ്ങൾ ഈ ജോണിന്റെ കുടുംബം ചൂണ്ടിക്കാട്ടി അതിലൊക്കെ പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് മന്ത്രിമാർ അടക്കം പറയുകയും ചെയ്ത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ചില വിവാദ പരാമർശങ്ങൾ തീരമേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതിൽ നേരത്തെ ഈ ജോണിന്റെ മകൾ ജിജി ഒരു പ്രതികരണം നടത്തിയത് വലിയ സൈബർ അധിക്ഷേപം അവർ നേരിടേണ്ടി വന്നതാണ്. മുഖ്യമന്ത്രി പരാമർശത്തിൽ മാപ്പ് പറയണം എന്നാണ് ജിജി ഒരു നിലപാട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തീരമേഖലയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പറഞ്ഞത് എന്നുള്ളതാണ് തീരമേഖലയാകെ പറയുന്ന ഒരു കാര്യം. അതിനെതിരെയാണ് വലിയ സൈബർ അധിക്ഷേപം നേരിടേണ്ടി വന്നത്. ഇക്കാര്യം മന്ത്രിമാരോട് ചൂണ്ടിക്കാട്ടി. അത് മാത്രമല്ല, മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് അതിനുശേഷം മന്ത്രിമാർ പോയ ശേഷം ജിജി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ തെരച്ചിൽ ഇനിയും ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇവർക്ക് മന്ത്രിമാർ നൽകിയ ഉറപ്പ്. പ്രത്യേകിച്ച് തമിഴ്നാട് മേഖലയിലേക്കും കടന്ന് അവിടെ തമിഴ്നാട് സർക്കാരുമായി കേന്ദ്രീകരിച്ച് അവരുമായി കൈകോർത്തുള്ള തെരച്ചിലൊക്കെ നടത്തുന്നുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രിമാർ ഉറപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ജോണിന്റെ കുടുംബം ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിൽ ആഭ്യന്തരമന്ത്രിയുടെ ഒരു വിശദീകരണം, അദ്ദേഹം തീരമേഖലയുമായി ബന്ധമുള്ള അവിടെ നിന്നുള്ള ഒരു MLA കൂടിയാണ്. അതുകൊണ്ട് അത്തരം അധിക്ഷേപ പരാമർശങ്ങൾ അദ്ദേഹം നടത്താൻ സാധ്യതയില്ല. മാത്രമല്ല, ഇപ്പോൾ പ്രാധാന്യം നൽകേണ്ടത് തെരച്ചിലിനാണ്. അത് നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്ന കാര്യം. ഓക്കെ ബിനിൽ, എന്തായാലും മന്ത്രിമാർ ഇപ്പോൾ തീരദേശ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു. കാണാതായവരുടെ കുടുംബങ്ങളെയൊക്കെ സന്ദർശിക്കുകയാണ്. ഇത്രയും 11 ദിവസം കഴിഞ്ഞു മന്ത്രിമാർ എത്താൻ എന്നുള്ളത് വലിയ തരത്തിലുള്ള വിമർശനത്തിന് ഇടയാകുകയും ചെയ്യുന്നുണ്ട്.